വെള്ളത്തിലും മണ്ണിലും ചേറിലും ചെളിയിലും കളിച്ച കുട്ടികളുടെ നഖത്തിന്റെ ഉള്ളിലൊക്കെ മണ്ണുണ്ടാവും. ഈ മണ്ണ് അകത്തേക്ക് ചെന്ന് അവിടെയാണ് ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. കുട്ടികൾ ഇപ്പൊ സാനിറ്റൈസർ വെച്ച് നമ്മൾ മുഴുവൻ ക്ലീൻ കുട്ടപ്പനാക്കിയിട്ടാണ് നമ്മൾ വിടുന്നത്, മനസ്സിലായി? അപ്പൊ എന്താ വെച്ചാൽ കൈ അഴുക്കാണ്, അതാണ് ഇതാണെന്ന് പറയും. പിള്ളേർക്ക് ഇൻഫെക്ഷൻ വരും. അതായത് ഒരു കുഞ്ഞിൽ നിന്ന് മറ്റൊരു കുഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ജലദോഷം വരും, പനി വരും. ഈ കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ നാട്ടിൻപുറത്ത് നല്ല ഓടിക്കളിച്ച് മാവുമ്മ കയറി നടക്കുന്ന പിള്ളേർക്ക് ജലദോഷം പനിയൊക്കെ 2 ദിവസം കൊണ്ട് പോകും. ബാക്കിയുള്ള AC ഇരുന്ന് റിമോട്ടും വെച്ച് കളിച്ച് അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് കളിച്ച് ഫുൾ ടൈം TV നോക്കി ഒരു അരമണിക്കൂർ മാത്രം അതിനെ പാവം പാർക്കിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്ന പിള്ളേർക്ക് ഗട്ട് ഹെൽത്ത് വളരെ മോശമാണ്. ആ കുഞ്ഞുങ്ങളെയാണ് എൻ്റെ ഇതിനകത്തേക്ക് ആസിഡ് റിഫ്ലക്സിന് ഇപ്പോഴേ അവർ കൊണ്ടുവരുന്നത്. നമ്മുടെ കാര്യമോ പോയി, ഇനിയുള്ള ജനറേഷനെങ്കിലും നമുക്ക് രക്ഷിച്ചുകൊണ്ട് വരണമെങ്കിൽ അവരെ പ്രകൃതിയായിട്ടൊന്ന് അനുവദിക്കുക പേരൻസ്. ഏത് സമയം പഠിത്തം എന്ന് പറഞ്ഞാൽ എന്നിട്ട് അവർ വിചാരിച്ച എക്സ്പെക്ടേഷനിൽ എന്താ ഈ പിള്ളേർ എന്തായാലും ആവാൻ പോകുന്നില്ല, അവരെ അവരുടെ വഴിക്ക് വിടുക, കുറച്ച് കളിക്കാനൊക്കെ സമ്മതിക്കുക. എത്ര പിള്ളേരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് വീടിന്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പൊ അവരെ നമ്മൾ കുറച്ച് സൂര്യപ്രകാശം കൊള്ളിക്കണം, കാറ്റ് കൊള്ളണം, മഴ കൊള്ളണം, എല്ലാം കൊണ്ട് അവരുടെ ആഗ്രഹത്തിനൊക്കെ വിടുക. കുറച്ച് മണ്ണിലൊക്കെ ഇത് ചെയ്ത് ബെയർ ഫുട്ട് വാക്കിംഗ്, ഇതൊക്കെ മനുഷ്യനെ എന്ന് നിർത്തിയോ അന്ന് തുടങ്ങിയതാണ് അവരുടെ വയറിന്റെ അസുഖം.